നമസ്തേ. ന്യൂമറോളജി പ്രകാരം ഏതു വർഷത്തിൽ ജനിച്ചാലും ഓഗസ്റ്റ് മാസം 10-ാം തീയതി ജനിച്ചവരുടെ സവിശേഷതകൾ ചെറുതായിട്ട് അവതരിപ്പിക്കാം. ഇവർ പൊതുവെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു, എന്നാൽ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയും കാണിക്കത്തുമില്ല. പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല, കഠിനാധ്വാനം ചെയ്തോളൂ, റിസൾട്ട് കിട്ടും. ഇവർക്ക് ആരെ അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യത്തില്ല. സ്വന്തം പിതാവാണെങ്കിലും ശരി, ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവരെ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. 10 എന്നാൽ അവരുടെ ഭാഗ്യസംഖ്യ 1. നിങ്ങളുടെ പേരിൽ വൈ എന്ന ലെറ്റർ, വൈ എന്നാൽ യേശുദാസിൻ്റെ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ, അല്പം ചുരുക്കമായിരിക്കും എന്നാലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൊതുവെ ആത്മവിശ്വാസം കുറവായിരിക്കും. യേശുദാസ് 10-ാം തീയതിയാണ് ജനിച്ചത്, ഓഗസ്റ്റ് 10 അല്ലെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും, യേശുദാസിന് എന്താ ആത്മവിശ്വാസം ഇല്ലായിരുന്നോ എന്ന്. നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ കഥകൾ? ഇല്ലല്ലോ. ആത്മവിശ്വാസം കുറവായിരിക്കും നിങ്ങളുടെ പേരിൽ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ. എന്നാൽ എ എന്ന ലെറ്റർ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ, എ കൂടി, വൈയുടെ കൂട്ടത്തിൽ എ കൂടി ഉണ്ടെങ്കിൽ, ആ വൈയുടെ നെഗറ്റിവിറ്റീസ് മാറിക്കിട്ടും. എത്രത്തോളം ആത്മവിശ്വാസം കുറവുണ്ടോ അതിൻ്റെ അനുസരിച്ചുകൊണ്ട് ഈ എ എന്ന ലെറ്റർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് വന്നാൽ നല്ല ലെവലിൽ ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ അതിനോടൊപ്പം തന്നെ ജെ എന്ന ലെറ്റർ ഉണ്ടെങ്കിലോ, യേശുദാസിൻ്റെ പേര് KJ യേശുദാസ് എന്നല്ലേ, ആ ജെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെയും അന്വേഷിച്ച് പോകത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ അഡോപ്റ്റ് ചെയ്ത് പോകത്തില്ല, മറ്റുള്ളവരെ ഫോളോ ചെയ്ത് പോകില്ല. യേശുദാസ് ഓഗസ്റ്റ് 10-ാം തീയതി അല്ല ജനിച്ചത്, 10-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഈ ജെ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലൂടെ പോകുള്ളൂ. ശ്രീ KJ യേശുദാസ് ഈ രംഗത്തേക്ക് വന്നപ്പോൾ AM രാജയും ഉദയഭാനുവും എല്ലാം ഇവിടെ തകർത്താടിയായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തന്നെ അക്ഷരസ്ഫുടത അല്പം കുറവായിരുന്നു. തനി മലയാളികളുടേതായ രീതി അല്ലായിരുന്നു. രാജയൊക്കെ പിന്നെ മലയാളിയല്ല. ഇദ്ദേഹത്തിൻ്റേതായ പാതയിലൂടെ പോയി ലോകം മൊത്തം സംഗീത സാമ്രാജ്യം പടുത്തുയർത്തിയ വ്യക്തിയാണ്, നമ്മൾക്കറിയാമല്ലോ. അത് 10-ാം തീയതി ജനിച്ച വ്യക്തിയിൽ ജെ എന്ന ലെറ്റർ വന്നാൽ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ഭവനം തന്നു കാണും, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു. നിങ്ങളുടേതായ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ ഭവനത്തിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഇടിച്ചു പൊളിച്ച് കളയുകയോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എടുക്കുകയോ ചെയ്യും. അതെന്തിനാണ്? മാതാപിതാക്കൾ തന്നത് അതേപടി നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പോരാ. കാലഘട്ടത്തിനനുസരിച്ചും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ടും പല പല ഭേദഗതികൾ വരുത്തുന്നു. എന്നതുപോലെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഭേദഗതി വരുത്തിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തുടർച്ചയായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേരിൽ ഭേദഗതി വരുത്തുവാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എൻ്റെയൊക്കെ ബാല്യത്തിൽ നാട്ടിൽ ധാരാളം കൃഷ്ണനുണ്ട്, രാമനുണ്ട്, ശിവനുണ്ട്, ഇഷ്ടം പോലെ. ഏത് ശിവൻ, ഏത് വീട്ടിലെ ശിവൻ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോൾ ഈ സാബു, ശശി, രാജു, രാജൻ ഇങ്ങനെയുള്ള പേരായി കോമണായിട്ട്. ഇന്നിപ്പോഴതിലും ഭേദപ്പെട്ടു ആയിരുന്നു. എന്നാലും ധാരാളം സിമിലാരിറ്റിയുള്ള പേരുകളുണ്ട്. അങ്ങനെയല്ല, അസുഖം വന്നാൽ നമ്മൾ രോഗത്തിനായിട്ട് ചികിത്സിക്കും, മരുന്ന് കഴിക്കും. എന്നതുപോലെ നമ്മളെ നിത്യവും ദുരന്തങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഏത് ദേവാലയത്തിലും ആരാധനാലയത്തിൽ പോയി പല പല വഴിപാട് കഴിപ്പിക്കുകയോ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളൂ. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ നിങ്ങളുടെ പേരിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. റിസൾട്ട് ഇമ്മീഡിയറ്റായിട്ട് വരും. പേരിൽ ചില ഭേദഗതികൾ വരുത്തി കഴിഞ്ഞാൽ പരമാവധി 90 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായി ഈ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവം അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.